So guys, this is the best phone under 25k. അവസാനം പറയുന്ന ഫോണാണ് എൻ്റെ ഇത് ബെസ്റ്റ് ഫോൺ. The fourth one, Poco F5. ഇത് നാലാം സ്ഥാനം കൊണ്ടിടാൻ കാരണം ഇത് പോക്കോ എന്നുള്ള ഒരു ബ്രാൻഡ് മാത്രമാണ്. ബാക്കി എന്തുകൊണ്ടും വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യുന്നത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫോണാണ്. ഈ ഒരു ഫോണിൽ BGM നിങ്ങൾക്ക് 90 FPS കളിക്കാൻ പറ്റും. സ്നാപ്ഡ്രാഗൺ 7+ Gen 2 ആണ് ഇതിനകത്തുള്ളത്. 4nm ടെക്നോളജിയാണ്. പിന്നെ 5000 mAh ബാറ്ററി, 25000 താഴെ എല്ലാ സാധനങ്ങളും കുത്തി നിറച്ച് വെച്ചേക്കുന്ന ഒരു ഫോണാണ് പോക്കോ F5. ഇതുവരെ ആ ഫോണിന് വലിയ ഇഷ്യൂസ് ഒന്നും കേട്ടിട്ടില്ല. ബട്ട് the third position is OnePlus Nord C3. AMOLED display, 4K 60 FPS ബാക്കിൽ മാക്സിമം എടുക്കാൻ പറ്റും. 4nm ടെക്നോളജി വരുന്ന Dimensity 900 ആണ് ഇതിനകത്ത് ചിപ്സെറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഗെയിമേഴ്സിനും ഓൾവേസ് നോക്കാൻ പറ്റുന്നതാണ്. സ്റ്റീരിയോ സ്പീക്കർ, 80 വാട്ടിന്റെ ചാർജർ, 5000 mAh ബാറ്ററി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു സാധനത്തിലുണ്ട്. നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഒരു മീഡിയം ലെവലായിട്ടുള്ള OnePlusന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ OnePlus Nord C3 ദി ബെസ്റ്റ് ഓപ്ഷൻ. ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ 1080p 30 FPS വരെ സപ്പോർട്ടുള്ളൂ. ഫ്രണ്ട് ക്യാമറയിൽ അത്ര വലിയ പുലിയല്ല. സെക്കൻഡ് വൺ ഈസ് IQ Z7 Pro. The best phone I ever seen in 25k. Dimensity 7200 with 4nm technology. Curved AMOLED display, 64MB OIS camera, 4600 mAh, 66 watt fast charger ആണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ 1300 nitsന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ ബാക്കിയുള്ള ഫോണിനെ കാട്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എല്ലാം കൊള്ളാം. പക്ഷേ ഈ ഒരു ഫോണിൽ തോൽവി എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാമറയാണ്. I gave the first place definitely Moto Edge 40 Neo. OLED curved display, stereo speaker, 68 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറും 5000 mAh ബാറ്ററിയും. അതേപോലെ ഈ ഒരു ഫോണിലാണ് IP റേറ്റിംഗ് 68 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ 4K 30 ഫ്രെയിം സെക്കൻഡ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു ഫോണും ഈ ഒരു ഫീച്ചർ കൊടുത്തിട്ടില്ല. പ്രൊസസ്സറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Dimensity 7030 ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് 6nm ടെക്നോളജി. ചെറിയ തോതിലുള്ള ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഈ ഒരു ഫോൺ ഞാൻ പറഞ്ഞു കേട്ടിരുന്നു. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് മാത്രം എടുക്കുക. ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഫോൺ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ താഴെ ഉറപ്പായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കിളി ബ്രോ.